ക്രിസ്റ്റ മാനുവൽ ആണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ക്രിസ്റ്റ ഫോർച്യൂണർ ചില മോഡൽസ് മാനുവൽ വരാറുണ്ട്. പക്ഷെ ആ മോഡലിനൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. ക്ലച്ച് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പിടിച്ചേക്കാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഇപ്പോൾ നമ്മൾ ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോർമൽ മാറ്റ് ആണുള്ളത്. 7D മാറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടി കൂടിയ മാറ്റൊക്കെ യൂസ് ചെയ്യണ കാണാറുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യം വണ്ടിയിൽ ലെഗിന് നല്ല ആക്ഷൻ വരും. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് മാറി ചവിട്ടുമ്പോൾ ആക്ഷൻ വരും. അത് സമയത്ത് എന്ത് ചെയ്യും, ഈ മാറ്റ് കുറച്ച് മേലോട്ട് കയറിയിരിക്കും. മേലോട്ട് കയറി പിന്നെ ക്ലച്ച് പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ചെറിയൊരു പോയിന്റ് മേലോട്ട് വന്നാൽ പോലും ഫുള്ള് കാണാം വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഡിപ്രസ് ക്ലച്ച് ആൻഡ് സ്റ്റാർട്ട് ദ എഞ്ചിനെ കാണിക്കുള്ളൂ. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ആക്സറീസ് ഓൺ ആവും, ഇഗ്നീഷൻ ഓൺ ആവും, വണ്ടി സ്റ്റാർട്ട് ആവില്ല. നല്ല രീതിക്ക് പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഈ 7D മാറ്റ് കുറച്ച് കട്ടി കൂടിയ മാറ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ക്ലച്ച് ഫുള്ള് പ്രസ് ആവില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലും നമുക്കൊരു 2-3 മാസം മുന്നേ ഒരു ക്രിസ്റ്റ വന്നിട്ടുണ്ടായിരുന്നു, 7D മാറ്റ്. അതിന്റെ മേലെ വേറൊരു മാറ്റും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. ക്ലച്ച് ഫുള്ള് പ്രസ് ആവുണ്ടായില്ല. അങ്ങനെ ക്ലച്ച് ഫുള്ള് പ്രസ് ആവാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് പല രീതിയിലുള്ള കംപ്ലൈന്റ് വരും. അപ്പൊ അങ്ങനെ ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആയിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കംപ്ലൈന്റ് തീർത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കസ്റ്റമർ ഇൻഫോം ചെയ്തു, നമുക്ക് ഈ ഒരു മാറ്റ് സാർ ഇനി ഭാവിയിലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിലോട്ട് ഇതേപോലെ കംപ്ലൈന്റ് വരും. നോർമൽ മാറ്റ് യൂസ് ചെയ്യാന്ന് കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്ത് വിട്ടു.